വർഷം 2003 യുഎസ് ആർമിയുടെ തിരച്ചിലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സദ്ദാം ഹുസൈൻ ഇറാഖിന്റെ തലസ്ഥാനമായ ബാഗ്ദാദിൽ നിന്ന് വളരെ ദൂരെയുള്ള ഒരു ഫാം ഹൌസിലെ ഒരു കുഴിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അവിടെ നിവർന്നു നിൽക്കാൻ പോലും വളരെ ബുദ്ധിമുട്ടായിരുന്നു. സദ്ദാം ഹുസൈനെ തേടി യുഎസ് ആർമി ഇറാഖിലെ ഓരോ മുക്കുമൂലയും അരിച്ചുപെറുക്കുന്ന സമയത്ത്, പ്രത്യേകിച്ചും ബാഗ്ദാദിൽ, സദ്ദാം സ്പൈഡർ ഹോൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ കുഴിയിൽ തന്റെ ജീവിതം തള്ളി നീക്കുകയായിരുന്നു. ഈ സ്ഥലം അദൌർ എന്നൊരു ചെറിയ ഗ്രാമത്തിലായിരുന്നു. ഇത് സദ്ദാമിന്റെ ജന്മസ്ഥലമായ തിക്രത്തിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയായിരുന്നു. അമേരിക്കയുടെ സാങ്കേതിക വിദ്യ വളരെ മുന്നിലാണെന്നും താൻ കൂടുതൽ നേരം ഭൂമിക്ക് മുകളിൽ നിന്നാൽ എപ്പോഴെങ്കിലും അമേരിക്കൻ ഡ്രോണുകളുടെയോ സ്പൈ സാറ്റലൈറ്റുകളുടെയോ കണ്ണിൽപ്പെട്ടേക്കാമെന്നും സദ്ദാമിന് അറിയാമായിരുന്നു. അതുകൊണ്ടുതന്നെ അദൌറിലെ ഈ ഫാം ഹൌസിലെ ഒരു കുടിലിന്റെ മൂലയിൽ ഒരു ചെറിയ കുഴി കുഴിച്ച് ഒരു അറയുണ്ടാക്കി അതിൽ കഴിയുകയായിരുന്നു സദ്ദാം. ആ അറയുടെ പ്രവേശന കവാടം എപ്പോഴും ഒരു മരപ്പലക കൊണ്ട് അടച്ചിട്ടിരുന്നു. സദ്ദാം ഹുസൈന്റെ അടുത്ത ബോഡിഗാർഡായ മുഹമ്മദ് ഇബ്രാഹിമാണ് അദ്ദേഹത്തിന് ഈ സ്പൈഡർ ഹോളിന്റെ ആശയം നൽകിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ബാഗ്ദാദിൽ സദ്ദാമിനെ തിരയുന്ന സമയത്ത് ഇബ്രാഹിം തന്നെയാണ് തന്റെ നെറ്റ്വർക്ക് വഴി അദ്ദേഹത്തെ സുരക്ഷിതമായി അൽ-ദവറിലെ ഈ ഫാം ഹൌസിൽ എത്തിച്ചത്. എന്നെങ്കിലും ഒരിക്കൽ ഇബ്രാഹിമിനെ പിന്തുടർന്ന് യുഎസ് ആർമി സദ്ദാമിന്റെ അടുത്തെത്താൻ ശ്രമിക്കുമെന്ന് ഇബ്രാഹിമിന് അറിയാമായിരുന്നു. അതുകൊണ്ടുതന്നെ ഇബ്രാഹിം അദൌറിൽ നിന്ന് തിരിച്ച് ബാഗ്ദാദിലേക്ക് പോയി. അപ്പോഴും സദ്ദാം ഹുസൈനെ പരിചരിക്കാൻ വേണ്ടി ഇബ്രാഹിം തന്റെ വിശ്വസ്തരായ 2 ജോലിക്കാരെ ഫാം ഹൌസിൽ നിർത്തി. ഈ 2 പേരാണ് ഫാം ഹൌസിലെ ചെറിയ ജോലികൾ ചെയ്യുകയും സദ്ദാം ഹുസൈന്റെ എല്ലാ ആവശ്യങ്ങളും ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നത്. ഈ സ്പൈഡർ ഹോളിൽ താമസിക്കുമ്പോൾ സദ്ദാം ദിവസവും മുടങ്ങാതെ ഖുർആൻ വായിക്കുകയും എല്ലാ ദിവസവും ഒരു ഡയറിയിൽ എന്തെങ്കിലും എഴുതുകയും ചെയ്യുമായിരുന്നു. സമയം പോകാൻ വേണ്ടിയാണ് സദ്ദാം ഇതെല്ലാം ചെയ്തിരുന്നത്. അമേരിക്കയേക്കാൾ സ്വന്തം ആളുകൾ ചതിക്കുമോ എന്ന ഭയമായിരുന്നു സദ്ദാമിനുണ്ടായിരുന്നത്. തന്റെ സ്വന്തക്കാർ ആരെങ്കിലും എപ്പോഴെങ്കിലും യുഎസ് ആർമിക്ക് തന്നെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുമെന്ന് സദ്ദാം ഊഹിച്ചിരുന്നു. അതുകൊണ്ടുതന്നെ അടുത്ത ആളുകളുമായി ബന്ധപ്പെടേണ്ട ആവശ്യം വരാതിരിക്കാൻ സദ്ദാം എല്ലായ്പ്പോഴും ശ്രദ്ധിച്ചിരുന്നു. ആ കുഴിയിലെ ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ സദ്ദാമിന്റെ കയ്യിൽ ഒരു ചെറിയ ടോർച്ചും കുറച്ച് ബാറ്ററികളും ഉണ്ടായിരുന്നു. അതുപയോഗിച്ച് ഒരു ചെറിയ ഫാൻ പ്രവർത്തിപ്പിക്കുമായിരുന്നു. ഇലക്ട്രോണിക് ഉപകരണമായി സദ്ദാമിന്റെ പക്കൽ ഒരു റേഡിയോ ഉണ്ടായിരുന്നു. അതുവഴി ഇറാഖിൽ നടക്കുന്ന എല്ലാ പ്രധാന സംഭവങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും ലഭിച്ചിരുന്നു. ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി രാത്രിയിൽ മാത്രമേ പുറത്തിറങ്ങിയിരുന്നുള്ളൂ. അതും വളരെ കുറച്ചുനേരം മാത്രം. ഡ്രോണുകളോ സാറ്റലൈറ്റുകളോ തന്റെ സ്ഥലം കണ്ടെത്തുമോ എന്ന ഭയം കാരണം പകൽ പുറത്തിറങ്ങാൻ സദ്ദാമിന് ഭയമായിരുന്നു. സദ്ദാം ഹുസൈന്റെ പക്കൽ കുറച്ച് ചോക്ലേറ്റുകൾ, അല്പം ക്യാൻഡ് ഫുഡ്, ഈന്തപ്പഴം പാക്കറ്റുകൾ എന്നിവയുണ്ടായിരുന്നു. അത് കഴിച്ചാണ് അദ്ദേഹം പകൽ സമയം കഴിഞ്ഞിരുന്നത്. ജോലിക്കാർ അദ്ദേഹത്തിന് രാത്രിയിൽ മാത്രമേ ഭക്ഷണമുണ്ടാക്കിയിരുന്നുള്ളൂ. ഭക്ഷണമായി കൂടുതലും ചോറും പുഴുങ്ങിയ പച്ചക്കറികളുമാണ് ഉണ്ടാക്കിയിരുന്നത്. ഇതിനെല്ലാം പുറമെ സദ്ദാമിന് കഴിക്കാൻ വലിയ ആഗ്രഹമുണ്ടായിരുന്ന മറ്റൊരു ഭക്ഷണമായിരുന്നു മസ്ഗൂഫ് എന്നു പേരുള്ള മത്സ്യം. ഇറാഖിലെ പ്രശസ്തമായ ഒരു മത്സ്യവിഭവമാണ് മസ്ഗൂഫ്. ഇത് ഇറാഖിലെ ടൈഗ്രിസ്, യൂഫ്രട്ടീസ് പോലുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. ആഴ്ചയിലൊരിക്കൽ ഈ മസ്ഗൂഫ് മീൻ വിഭവം സദ്ദാമിന്റെ അടുത്ത് എത്തിച്ചിരുന്നത് ഇബ്രാഹിമായിരുന്നു. എന്നാൽ ഈ മീനിനോടുള്ള ഇഷ്ടം കാരണമാണ് താൻ ഒരു ദിവസം പിടിയിലാകാൻ പോകുന്നതെന്ന് സദ്ദാം അറിഞ്ഞിരുന്നില്ല. ഇനി നിങ്ങൾക്ക് തോന്നാവുന്ന ഒരു പ്രധാനപ്പെട്ട സംശയം എന്തെന്നാൽ, എന്തുകൊണ്ടാണ് അമേരിക്ക സദ്ദാമിനെ പിന്തുടരുന്നത് എന്നതായിരിക്കും. അതിന്റെ ഏറ്റവും വലിയ കാരണം സദ്ദാമിന്റെ പക്കൽ ന്യൂക്ലിയർ വെപ്പൺസിനൊപ്പം സരിൻ ഗ്യാസ്, വിഎക്സ് നെർവ് ഏജന്റ്, ആൻഡ്രാക്സ് പോലുള്ള അപകടകരമായ രാസായുധങ്ങൾ ഉണ്ടെന്നും അത് എപ്പോൾ വേണമെങ്കിലും ഏതെങ്കിലും ഭീകര സംഘടനയ്ക്ക് കൈമാറാൻ സാധ്യതയുണ്ടെന്നും അമേരിക്കയ്ക്ക് സംശയമുണ്ടായിരുന്നു. കൂടാതെ സദ്ദാം അൽ ഖ്വയ്ദിയെയും മറ്റ് തീവ്രവാദ സംഘടനകളെയും രഹസ്യമായി പണവും സഹായവും നൽകി പിന്തുണയ്ക്കുന്നുവെന്നും അമേരിക്ക വിശ്വസിച്ചിരുന്നു. അമേരിക്കയിൽ നടന്ന സെപ്റ്റംബർ 10 ആക്രമണത്തിന് ശേഷം ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനവും അമേരിക്കക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് അവർ സദ്ദാമിന് കീഴടങ്ങാനും തന്റെ ആയുധങ്ങൾ അമേരിക്കക്ക് കൈമാറാനും വ്യക്തമായി മുന്നറിയിപ്പ് നൽകി. എന്നാൽ സദ്ദാം അത് ചെയ്യാൻ വിസമ്മതിക്കുകയും പകരം അമേരിക്കയ്ക്കെതിരെ യുദ്ധത്തിന് തയ്യാറെടുക്കുകയും ചെയ്തു. അതോടെ സദ്ദാമിനെ പിടികൂടേണ്ടത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായി. ഇതിനിടയിൽ 2003 മാർച്ച് 19 CIA ഡയറക്ടർ പ്രസിഡന്റ് ജോർജ് ബുഷിന് ഒരു അതീവ രഹസ്യ വിവരം നൽകി. സദ്ദാം തന്റെ 2 മക്കളായ ഉദയ്, ഹുസൈൻ എന്നിവരോടൊപ്പം
ബാഗ്ദാദിലെ ഒരു വില്ലയുടെ താഴെയുള്ള ബങ്കറിൽ ഒളിച്ചിരുന്ന് ചില രഹസ്യ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു എന്നതായിരുന്നു ആ വിവരം. സദ്ദാമിനെ പിടികൂടാനുള്ള ഒരു നല്ല അവസരമായിരുന്നു അത്. അതുകൊണ്ട് അന്നേ ദിവസം വൈകുന്നേരം 5 മണിക്ക് അമേരിക്ക ബാഗ്ദാദിലെ സംശയാസ്പദമായ ആ ഒളിത്താവളത്തിന് നേരെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് 4 വശത്തു നിന്നും ആക്രമണം നടത്തി. പക്ഷേ സദ്ദാം അവിടെ നിന്ന് നേരത്തെ തന്നെ രക്ഷപ്പെട്ടിരുന്നു. വാസ്തവത്തിൽ സദ്ദാം ബാഗ്ദാദിന് താഴെയായി രഹസ്യമായ ഒരു ബങ്കർ ചെയിൻ തന്നെ നിർമ്മിച്ചിരുന്നു. അത് വളരെ ശക്തമായതിനാൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് പോലും അതിനെ പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. ബാഗ്ദാദിൽ നിന്ന് രക്ഷപ്പെട്ടതിനു ശേഷം സദ്ദാം ഒരു ബങ്കറിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒളിച്ചു താമസം തുടർന്നു. വളരെ കാലത്തിനു ശേഷവും സദ്ദാമിനെ അമേരിക്കയുടെ കയ്യിൽ കിട്ടാതായപ്പോൾ സദ്ദാമിനെയും അയാളുടെ അടുത്ത ആളുകളെയും പിടികൂടാൻ അമേരിക്കൻ ആർമി ഒരു ക്രിയേറ്റീവായ വഴി കണ്ടെത്തി. അവർ തങ്ങളുടെ സൈനികർക്ക് ചീട്ട് കളിക്കാൻ നൽകി. അതിൽ എയ്സ് കാർഡിൽ സദ്ദാമിന്റെ ഫോട്ടോയും കിങ് ഓഫ് സ്പേഡ്സിൽ അദ്ദേഹത്തിന്റെ മൂത്ത മകൻ ഉദയിന്റെ ഫോട്ടോയും കിങ് ഓഫ് ക്ലബ്സിൽ ഇളയ മകൻ ഖുസയുടെ ഫോട്ടോയും ബാക്കിയുള്ള ചീട്ടുകളിൽ സദ്ദാമിന്റെ അടുത്ത ഉദ്യോഗസ്ഥരുടെ ഫോട്ടോയും പതിപ്പിച്ചിരുന്നു. അങ്ങനെ ചീട്ടുകളിക്കുന്നതിലൂടെ ഓരോരുത്തരുടെയും മുഖം അമേരിക്കൻ സൈനികർക്ക് ഓർമ്മയിൽ വരും. ഇറാഖിൽ പലയിടത്തും നടത്തിയ റെയ്ഡുകൾക്ക് ശേഷവും സദ്ദാമിന്റെയും മക്കളുടെയും കൃത്യമായ ഒരു സൂചനയും ലഭിക്കാതെ വന്നപ്പോൾ അമേരിക്ക ഒരു വലിയ പ്രഖ്യാപനം നടത്തി. സദ്ദാമിനെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് $25 മില്യൺ, മക്കളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് $5 മില്യൺ ഇനാം പ്രഖ്യാപിച്ചു. ഈ ഇനാമിന്റെ ഫലം പെട്ടെന്ന് തന്നെ കാണാനായി. ഉദയിയും ഖുസയും താമസിച്ചിരുന്ന വില്ലയുടെ ഉടമ തന്നെ പണത്തോടുള്ള അത്യാഗ്രഹം കാരണം അവരെക്കുറിച്ചുള്ള വിവരം അമേരിക്കയ്ക്ക് ചോർത്തി നൽകി. വിവരം ലഭിച്ച ഉടൻ തന്നെ ജൂലൈ 21-ന് അമേരിക്കൻ സൈന്യം ആ വില്ലയെ 4 വശത്തു നിന്നും വളയുകയും ഉദയിനോടും ഖുസയോടും കീഴടങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ കീഴടങ്ങുന്നതിന് പകരമായി ഉദയിയും ഖുസയും ആർമിക്ക് നേരെ വെടിയുതിർത്തു. അപ്പോൾ അമേരിക്കൻ ആർമി ഒട്ടും താമസിക്കാതെ റോക്കറ്റ് ലോഞ്ചർ ഉപയോഗിച്ച് ആ വില്ല മുഴുവനായും തകർത്തു. ഈ ഓപ്പറേഷനിൽ ഉദയിയും ഖുസയും ഉദയിന്റെ 14 വയസ്സുള്ള മകൻ മുസ്തഫയും അവരുടെ ഒരു ബോഡിഗാർഡും കൊല്ലപ്പെട്ടു. ഇതിന് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സദ്ദാമിന്റെ ഒരു ടേപ്പ് പുറത്തിറങ്ങി. അതിൽ സദ്ദാം തന്റെ മക്കളെ ഇറാഖിന്റെ രക്തസാക്ഷികളായി പ്രഖ്യാപിക്കുകയും USA-യോട് ഇതിന് പകരം ചോദിക്കുമെന്നും പറയുകയും ചെയ്തു. ഇതിനുശേഷം സദ്ദാമിനെ പിടികൂടാനുള്ള ശ്രമങ്ങൾ അമേരിക്ക കൂടുതൽ ശക്തമായി. എന്നാൽ പല മാസങ്ങൾ കഴിഞ്ഞിട്ടും അമേരിക്കൻ ആർമി പല റെയ്ഡുകൾ നടത്തിയിട്ടും സദ്ദാമിന്റെ യാതൊരു സൂചനയും ലഭിച്ചില്ല. ഇതിനിടയിൽ CIA ഓഫീസറായ എറിക് മാഡക്സ് സദ്ദാമിന്റെ പഴയ ഡ്രൈവർ, പാചകക്കാരൻ, ബോഡിഗാർഡ് എന്നിവരെ ലക്ഷ്യമിടാൻ തുടങ്ങി. ഈ നിർണായക സാഹചര്യത്തിൽ സദ്ദാം ഇതിൽ ആരുടെയെങ്കിലും കോണ്ടാക്റ്റിലുണ്ടാകുമെന്ന് അവർക്കറിയാമായിരുന്നു. എറിക് മാഡക്സ് സദ്ദാമിന്റെ ഒരു പഴയ ഹൗസ് കീപ്പറെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് 2 പ്രധാന വിവരങ്ങൾ ലഭിച്ചു. ഒന്ന്, സദ്ദാമിന്റെ ബോഡിഗാർഡായിരുന്ന മുഹമ്മദ് ഇബ്രാഹിമിനെക്കുറിച്ചും രണ്ടാമതായി ഇറാഖിൽ അമേരിക്കൻ അധിനിവേശത്തിനെതിരെ ഗെരില്ല യുദ്ധം ചെയ്യുന്ന കുറച്ച് ഇറാഖി പോരാളികളുടെ നേതാവും ഇബ്രാഹിമായിരുന്നുവെന്നും വിവരം ലഭിച്ചു. ഇബ്രാഹിം സദ്ദാമിന്റെ ഇത്രയും അടുത്ത ആളാണെങ്കിൽ സദ്ദാം എവിടെയാണെന്ന് ഇബ്രാഹിമിന് തീർച്ചയായും അറിയാമായിരിക്കുമെന്ന് മാഡക്സ് മനസ്സിലാക്കി. ആ ഹൗസ് കീപ്പറിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ സദ്ദാമിന് മസ്ഗൂഫ് മീനുകൾ വളരെ ഇഷ്ടമാണെന്നും ഈ മീനുകൾ സമാറ സിറ്റിക്ക് അടുത്തുള്ള ഫാം ഹൌസുകളിൽ മാത്രമേ ലഭിക്കൂ എന്നും മാഡക്സിന് മനസ്സിലായി. ഇബ്രാഹിമും മകനും സമാറ സിറ്റിയിലെ ഫാം ഹൌസുകളിൽ മീൻ പിടിക്കാൻ പോകാറുണ്ടെന്നും അദ്ദേഹം മനസ്സിലാക്കി. ഇതിനുശേഷം ഇബ്രാഹിമിനെ കണ്ടെത്താൻ വേണ്ടി മാഡക്സ് സമാറയിലെ ആ മത്സ്യഫാമിൽ റെയ്ഡ് നടത്തി. എന്നാൽ നിർഭാഗ്യവശാൽ അവിടെ ഇബ്രാഹിമിനെ കണ്ടെത്താനായില്ല. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഒരു മത്സ്യത്തൊഴിലാളി മാഡക്സിനോട് പറഞ്ഞു, അമേരിക്കൻ ആർമി ബാഗ്ദാദിൽ വന്നതിനുശേഷം ഇബ്രാഹിമും മകനും മീൻ പിടിക്കാൻ വരുന്നത് നിർത്തിയെന്ന്. കൂടാതെ ആ മത്സ്യത്തൊഴിലാളി ആ ഫാമിൽ നിന്ന് ഇബ്രാഹിമിന്റെ അമ്മാവന് മസ്ഗൂഫ് മത്സ്യം അയച്ചുകൊടുക്കുന്ന ബാഗ്ദാദിലെ സ്ഥലത്തെക്കുറിച്ചും മാഡക്സിനോട് പറഞ്ഞു. ഈ മസ്ഗൂഫ് മത്സ്യങ്ങൾ എവിടേക്കാണ് വിതരണം ചെയ്യുന്നതെന്നറിയാൻ മാഡക്സ് മത്സ്യത്തൊഴിലാളി പറഞ്ഞ അതേ വിലാസത്തിൽ റെയ്ഡ് നടത്തി. അത് റെയ്ഡ് മാഡക്സിന്റെ ഭാഗ്യമെന്ന് പറയട്ടെ, മുഹമ്മദ് ഇബ്രാഹിം അപ്പോൾ അതേ സ്ഥലത്തുണ്ടായിരുന്നു. ആ സമയത്ത് ഇബ്രാഹിം അവിടെ മസ്ഗൂഫ് മത്സ്യം വാങ്ങാൻ വന്നതായിരുന്നു. മാഡക്സ് ഇബ്രാഹിമിനെ കസ്റ്റഡിയിലെടുത്ത് അയാളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിച്ചു. ഇബ്രാഹിം ആദ്യം സദ്ദാമിനെക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന് തീർത്തു പറഞ്ഞു. എന്നാൽ ഇബ്രാഹിമിനും കുടുംബത്തിനും പൂർണ്ണ സുരക്ഷയും അമേരിക്കൻ പൗരത്വവും നൽകാമെന്ന് ഉറപ്പു നൽകിയപ്പോൾ ഇബ്രാഹിം വഴങ്ങി. സദ്ദാം ഒളിച്ചിരുന്ന ഫാം ഹൌസിന്റെ സ്ഥലം അങ്ങനെ ഇബ്രാഹിം മാഡക്സിന് പറഞ്ഞുകൊടുത്തു. ഇതിനുശേഷം 2003 ഡിസംബർ 13-ന് രാത്രി സദ്ദാമിനെ പിടികൂടാൻ അമേരിക്ക ഓപ്പറേഷൻ റെഡ് ഡോൺ ആരംഭിച്ചു. ഇരുണ്ട രാത്രിയിൽ നൈറ്റ് വിഷൻ ഗോഗിൾസ് ധരിച്ച അമേരിക്കൻ കമാൻഡോകൾ അദൌരിലെ ആ ഫാം ഹൌസ് 4
വശത്തുനിന്നും വളഞ്ഞു. കമാൻഡോകൾ ഫാം ഹൌസിന്റെ ഉള്ളിൽ കടന്ന ഉടൻ തന്നെ സദ്ദാമിന്റെ 2 ജോലിക്കാരും അവരെ കണ്ടിട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അവരെ കമാൻഡോകൾ ഉടൻ പിടികൂടി. സൈനികർ അവരിൽ നിന്ന് സദ്ദാമിനെക്കുറിച്ചുള്ള വിവരം ശേഖരിക്കാൻ ശ്രമിച്ചപ്പോൾ അവർക്ക് ഒന്നും അറിയില്ല എന്ന മട്ടിൽ അഭിനയിച്ചു. കമാൻഡോകൾക്ക് തിരച്ചിലിൽ ആ ഫാം ഹൌസിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവിടെ ഒരു പഴയ കുടിൽ മാത്രമാണുണ്ടായിരുന്നത്. അപ്പോൾ ഇബ്രാഹിമിനെ ആ ഫാം ഹൌസിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇബ്രാഹിം നിലത്തുണ്ടായിരുന്ന ഒരു കട്ടിയുള്ള കയറിന് നേരെ വിരൽ ചൂണ്ടി. ആ കയറിന്റെ ഒരറ്റം നിലത്ത് വെച്ചിരുന്ന ഒരു മരപ്പലകയുടെ അടിയിലേക്കായിരുന്നു പോയിരുന്നത്. ഒരു കമാൻഡോ മുന്നോട്ടു വന്ന് ആ പലക മാറ്റിയപ്പോൾ താഴെയുള്ള കാഴ്ച കണ്ട് അയാൾ ശരിക്കും ഷോക്കായിപ്പോയി. ഉള്ളിൽ ഇരുട്ടിൽ നിന്ന് 2 കൈകളും ഉയർത്തിക്കൊണ്ട് പുറത്തു വന്നത് ക്ഷീണിച്ച, മുടി അലങ്കോലമായ, നീണ്ട താടിയുള്ളൊരു വ്യക്തിയായിരുന്നു. അയാൾ കമാൻഡോസിനോട് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, "I am Saddam Hussein, the president of Iraq, and I am willing to negotiate." സദാം വളരെ ശാന്തനായിരുന്നു. എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല. സദാമിന്റെ പക്കൽ നിന്ന് കമാൻഡോകൾക്ക് ഒരു ഗ്ലോക്ക് പിസ്റ്റളും കുറച്ച് പണവും 2 റൈഫിളുകളും ലഭിച്ചു. സദാമിനെ പിടികൂടിയ ശേഷം അമേരിക്കൻ സേന അദ്ദേഹത്തെ ബാഗ്ദാദിനടുത്തുള്ള ഒരു ഹൈ സെക്യൂരിറ്റി മിലിറ്ററി ബേസിൽ പാർപ്പിച്ചു. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ന്യൂക്ലിയർ രാസായുധങ്ങളെക്കുറിച്ചും തീവ്രവാദ ബന്ധങ്ങളെക്കുറിച്ചും ചോദിച്ചെങ്കിലും സദ്ദാമിനെ ഇറാഖിലെ പുതിയ ഗവൺമെന്റിന് കൈമാറി. അങ്ങനെ സദ്ദാമിനെതിരെ ഔദ്യോഗികമായി കേസ് നിലവിൽ വന്നു. 1982-ൽ ദുജൈൽ എന്ന ഗ്രാമത്തിൽ ഷിയ സമുദായത്തിന് നേരെയുണ്ടായ ഒരു വലിയ കൂട്ടക്കൊള്ളയുടെ മുഖ്യപ്രതിയായി സദ്ദാം ഹുസൈൻ പ്രതി ചേർക്കപ്പെട്ടു. ഈ കേസിൽ ഇറാഖി സ്പെഷ്യൽ ട്രൈബ്യൂണലിൽ വിചാരണ നടക്കുകയും സദ്ദാമിനെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് സദ്ദാം ഹുസൈനെ അമേരിക്കൻ ആർമി പിടികൂടിയത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വിഷയവുമായി ഉടൻ കാണാം. പരക്കട്ടെ പ്രകാശം.